ഷാഫി പറമ്പിലിന് കൊടുത്തിരുന്ന പരാതികളിൽ ഈ സെക്ഷൽ ഹാരാസ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അത്തരം പരാതികളും ഉണ്ടായിരുന്നോ? ഇഷ്ടം പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിയായിരുന്ന തിരുവനന്തപുരത്തുള്ള രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ കുറിച്ച് വളരെ മോശമായി പറയുന്ന വോയിസ് ക്ലിപ്പ് അടക്കം ഞാൻ കൊടുത്ത ഒരു പരാതിയുണ്ട്. അതായത് ഞാൻ ഡോക്ടർ MK മുനീറിന്റെ ഒലിവ് പബ്ലിക്കേഷൻസിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. 3 വർഷം അവിടുത്തെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ്. എന്നെയും ആ മഹാനായ മനുഷ്യനെ, എൻ്റെ പിതാവിന് തുല്യമായിട്ട് ഞാൻ കരുതുന്ന ആ മനുഷ്യനെയും മോശമായി പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പ് അടക്കമുള്ള ആ പരാതി ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിന് മാത്രമല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി സാറിന് കൊടുത്തിട്ടുണ്ട്. സാർ അന്ന് 1 മാസം അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് സുധാകരൻ സാറിന് കൊടുത്തിട്ടുണ്ട്. VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ കൻ്റോൺമെൻറ്റ് ഹൗസിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഈ ഒരു പരാതി കൊടുക്കാൻ. ഒറ്റയ്ക്ക് ഈ പരാതി കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് അതിന് ഇന്ന് വരെ ഒരു നീതിയും ലഭിച്ചിട്ടില്ല. പിന്നെ എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാവുകയാണ് ചെയ്തത്. ഈ രജിത് രവീന്ദ്രൻ ഇന്നും എല്ലാവരുടെയും വലിയ നേതാവായിട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും പരാതി നൽകുന്ന ഒരു സ്ത്രീ കോൺഗ്രസ് എല്ലായിടത്തും അങ്ങനെ തന്നെ, ഏത് മേഖലയിലും അങ്ങനെ തന്നെ, സിനിമയാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, സാഹിത്യമാവട്ടെ, അത് ഏത് രാഷ്ട്രീയമായാലും അങ്ങനെ തന്നെയാണ്. ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ എവിടെയാണ് നീതി ലഭിക്കുന്നത്? എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഷാഫി പറമ്പിലിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്ക് മാത്രമല്ല, ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ബാക്കി സ്ത്രീകളെ നിങ്ങൾ അന്വേഷിക്കൂ. എത്ര സ്ത്രീകൾ പറയാതിരിക്കുന്നുണ്ട്? ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ സ്വന്തം എന്താ പറയുക, ഇവരുടെ ഒന്നും തറവാട് സ്വത്തല്ല എന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇപ്പോഴും. അവരൊന്നും ഇപ്പോഴും പ്രതികരിക്കാതിരിക്കുന്നവരാണ്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കോൺഗ്രസിന്റെ ബാക്കിയുള്ള സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന്? ഒരിക്കലുമില്ല. പെരുമാറിയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്രതികരിക്കുന്നത്. ധൈര്യത്തോടെ പെൺകുട്ടികൾ പുറത്തേക്ക് വരണം. അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പ്രതികരിച്ച് മുന്നോട്ട് പോകണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനൊക്കെ പ്രതികരിക്കുന്ന കണ്ട ആർക്കെങ്കിലും പ്രതികരിക്കാൻ സാധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് കൊടുത്ത ഈ പരാതിയിൽ എന്തെങ്കിലും മറുപടി കിട്ടിയോ? ഞാൻ പ്രതിപക്ഷ നേതാവിന് കൊടുത്ത പരാതിയിൽ എനിക്ക് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. സുധാകരൻ എന്ന് പറയുന്ന അന്നത്തെ KPCC പ്രസിഡന്റിന് കൊടുത്ത പരാതിയിലും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് ഇപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തല, K മുരളീധരൻ ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്ത്രീപക്ഷത്ത് നിൽക്കുമ്പോൾ അതെനിക്ക് ഒരുപാട് അഭിമാനമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ നിന്നിട്ടും VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശക്തമായിട്ട് സ്ത്രീപക്ഷത്ത് നിൽക്കുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്നുള്ള ഈ പ്രശ്നത്തിലും ഇവരൊക്കെ ആദ്യം മുതലേ തള്ളി പറയുന്നുണ്ട്. പക്ഷെ ഒരു കൃത്യമായ അഭിപ്രായം അപ്പോഴും പറഞ്ഞില്ല എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുവരെ തള്ളിയും കൊണ്ടും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകൾ, രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല മറ്റാളുകൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്നാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം മൗനാനുവാദം നൽകുകയായിരുന്നു ഷാഫി പറമ്പിൽ. ഒരു പുരുഷാധിപത്യം കോൺഗ്രസ് എന്ന് എല്ലായിടത്തും ഉണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന, ഞാൻ പരിചയിച്ച ആ മേഖലയിൽ ഞാൻ പ്രവർത്തിച്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, ഞാൻ ഒരു എഴുത്തുകാരൻ VR സുധീഷ് എന്ന ആളുമായിട്ട് പ്രശ്നമുണ്ടായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. ഞാൻ കോഴിക്കോട് കോൺഗ്രസ് പ്രവർത്തകയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ വേട്ടക്കാരനായിട്ടുള്ള VR സുധീഷിൻ്റെ കേസ് വാദിച്ചത് DCC സെക്രട്ടറി ആയിട്ടുള്ള രാജേഷാണ്. ഇന്ന് അദ്ദേഹം DCCയുടെ ട്രഷററാണ്. അത് ഒരു ഇര എന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ DCC പ്രസിഡന്റ് പ്രവീൺ ഒരു പരിപാടിക്ക് ഗംഭീര ചടങ്ങിൽ കൊണ്ടുവന്നിരുന്നു. അന്നും ഞാൻ പ്രതികരിച്ചിരുന്നു. കാരണം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട്, മറ്റുള്ള ആളുകളൊക്കെ എനിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഞാൻ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരു വേട്ടക്കാരനെ ആഘോഷിക്കപ്പെടുമ്പോൾ അത് ആരതായാലും ഞാൻ പ്രതികരിക്കാറുണ്ട്. അതിനുശേഷവും ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ശരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമുള്ള കാര്യമാണ്.